കാസർഗോഡ് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം വിവിധ വേദികളിൽ ഉദിനൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വരികയാണ്. ഏകദേശം 7000-ഓളം കലാപ്രതിഭകളാണ് ഇന്നത്തെ മത്സരത്തിൽ മാറ്റുരക്കുന്നത്. ഈ കലാപ്രതിഭകൾക്ക് ഇതിൽ മത്സരത്തിൽ വിജയിക്കുന്ന കലാപ്രതിഭകൾക്ക് നൽകാനുള്ള ട്രോഫിയാണ് ഇവിടെയുള്ളത്. കാരണം ഒരു മത്സരം സംഘടിപ്പിക്കുക, അതോടൊപ്പം തന്നെ മത്സര വിജയികൾക്ക് അവരെ പ്രത്യേക രീതിയിൽ ക്ഷണിച്ചുകൊണ്ട് അവരെ നന്നായ രീതിയിൽ പരിഗണിച്ചുകൊണ്ട് അവർക്ക് സമ്മാനം നൽകുക എന്നതൊരു ഭാരിച്ച ഉത്തരവാദിത്തമാണ്. അത് വളരെ നന്നായിട്ട് നിർവഹിച്ച ഇതിൻ്റെ ട്രോഫി കമ്മിറ്റിയിലെ അംഗങ്ങളാണ് നമുക്കൊപ്പം ഉള്ളത്. നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിക്കാം. ഈ ട്രോഫി കമ്മിറ്റിയുടെ ചെയർമാൻ, കൺവീനർ ആരാണ് ഇതിൻ്റെ പ്രധാന ഭാരവാഹികൾ? ഞാൻ റാഷിദ് ടി എം, കൈക്കോട്ടോട് സ്കൂൾ അധ്യാപകനാണ്. ഞാൻ ഇതിൻ്റെ കൺവീനർ. ചെയർമാൻ UK മുഷ്താഖ്, പടന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയാണ്. സാധാരണ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 7000-ഓളം കലാപ്രതിഭകൾ മാറ്റിരക്കുന്ന ഒരു കലാമത്സരങ്ങളാണ് വിവിധ വേദികളിൽ 12ഓളം വിവിധ വേദികളിൽ നടക്കുന്നത്. അപ്പോൾ 7000-ഓളം കുട്ടികൾക്ക് ട്രോഫി കൊടുക്കേണ്ട ആവശ്യമില്ല, മത്സര വിജയികൾക്കാണ് സാധാരണ കൊടുക്കുന്നത്. എത്ര ട്രോഫികളുണ്ട് ഇവിടെ? ഇപ്പോൾ ഏകദേശം 1000-ഓളം എല്ലാ ഇൻഡിവിജ്വൽ ട്രോഫികളുണ്ട്. മത്സരത്തിൽ പങ്കെടുക്കുന്ന സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടുന്ന മുഴുവൻ കുട്ടികൾക്കും ട്രോഫി കൊടുക്കുന്നുണ്ട്. അതും ഇതുവരെ കൊടുക്കാത്ത രീതിയിൽ, സംസ്ഥാന തലത്തിൽ പോലും കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ ട്രോഫിയാണ് കൊടുക്കുന്നത്. ഏകദേശം 450 രൂപയൊക്കെ വില വരുന്ന ഒരു ട്രോഫി, വളരെ മനോഹരമായ അട്രാക്റ്റീവുള്ളായിട്ടുള്ള ട്രോഫിയാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. 1000-ഓളം ട്രോഫി നമ്മൾ അതിനായിട്ട് ചിലവാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്രാവശ്യം മുതൽ റോളിംഗ് ട്രോഫി എന്നുള്ള പരിപാടി നിർത്തലാക്കിയിട്ടുണ്ട്. അതിന് പകരം സ്ഥിരം ട്രോഫിയാണ് കൊടുക്കുന്നത്. ഏകദേശം 30ഓളം സ്ഥിരം ട്രോഫി കൊടുക്കാനുണ്ട്. കാരണം ഓവറോൾ ചാമ്പ്യൻ, റണ്ണേഴ്സ്, അതേപോലെ തന്നെ സബ് ജില്ലാ ചാമ്പ്യൻസ് ഓരോ വിഭാഗത്തിലും, അതോടൊപ്പം തന്നെ ഓരോ സ്കൂളിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങുന്ന സ്കൂളുകൾക്കുള്ള ട്രോഫിയും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ അധികം ഡെക്കറേഷൻ ഇല്ലാത്ത കുറച്ച് സ്റ്റാൻഡർഡൈസ് ചെയ്ത ട്രോഫി കൊടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ലക്ഷ്യം ഉണ്ടായത്. ഏതായാലും ഇപ്രാവശ്യത്തെ കലോത്സവത്തിൽ നമുക്ക് കേരളത്തിൽ തന്നെ മാതൃകാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റാൻഡർഡൈസ്, വലിയ വലിയ ഇൻ്റർനാഷണൽ പ്രോഗ്രാമിലൊക്കെ കൊടുക്കുന്നത് പോലെയുള്ള ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ട്രോഫി ആയിരിക്കും നമ്മൾ സ്ഥിരമായിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങുന്ന ഓവറോൾ ടീമിന് സ്കൂളുകൾക്കും അതേ സബ്ജക്റ്റിലേക്കും കൊടുക്കുന്നത്. ഇത്രയും ട്രോഫികൾ സംഘടിപ്പിക്കുവാൻ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഈ ഭാരിച്ചൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ഇതൊക്കെ വളരെ സുഗമമായിട്ട് നടത്താൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് ഫണ്ട് വളരെ കുറവായിരുന്നു. ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഏകദേശം 3 ലക്ഷത്തോളം ചിലവ് വരുന്ന ട്രോഫിയാണ് നമ്മൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിന് വളരെ കുറച്ച്, അതിൻ്റെ ഒരു 1/6 പോലും നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിന് അനുവദിച്ച് തന്നില്ല, പ്രത്യേക കാരണങ്ങൾ കൊണ്ട്. പക്ഷേ ആ ഒരു എമൗണ്ടൊക്കെ നമ്മൾ പരസ്യം വഴി, വ്യക്തികൾ വഴി, സ്ഥാപനങ്ങൾ വഴിയൊക്കെ നമ്മൾ കണ്ടെത്തി പല സ്ഥാപനങ്ങളും വളരെ നന്നായിട്ട് സഹകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ സംഘാടക സമിതി അംഗങ്ങളായ PTA പ്രസിഡൻ്റൊക്കെ ഇടപെട്ടുകൊണ്ടും കുറച്ച് ട്രോഫി നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ചെയർമാൻ മുസ്താഖ് സാർ നേതൃത്വത്തിലും ഒരുപാട് ട്രോഫികൾ നമ്മൾക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കുട്ടികൾക്കുള്ള ഒരു പ്രോത്സാഹനം എന്നുള്ള രീതിയാണ്. ഓരോ വർഷവും കലോത്സവത്തിൻ്റെ സ്റ്റാൻഡേർഡ് കൂടുന്നതിനനുസരിച്ച് ട്രോഫി കമ്മിറ്റിക്ക് നിലവാരം കൂട്ടിയാണ്. കാരണം കഴിഞ്ഞ വർഷം കുട്ടികൾ നമ്മളിപ്രാവശ്യം തന്നെ എടുത്തൊരു തീരുമാനം എന്ന് പറഞ്ഞാൽ ഉദിനൂർ സ്കൂളിൽ കൊടുത്ത ട്രോഫി പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ മികച്ചത് എന്നുള്ള രീതിയിൽ അടുത്ത കലോത്സവത്തിൽ പറയണം. അതായത് സമ്മാനങ്ങളുടെ നിലവാരം വീണ്ടും ഓരോ വർഷവും ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രചോദനം ഉദിനൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ കലോത്സവത്തിൽ നിന്ന് ഉണ്ടാകണം. അത് തീർച്ചയായിട്ടും. ഇനി ഇതിനൊക്കെ ഉയരും എന്നുള്ളത് നമുക്ക് അടുത്ത വർഷം കണ്ടറിയിക്കേണ്ടതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറയാം, AR ബിഫോർ AR ആഫ്റ്റർ AR മ്യൂസിക്കിൽ സംഭവിച്ച മാറ്റങ്ങൾ, അതേപോലെ ഈ ഉദിനൂർ സമ്മാനത്തിൻ്റെ ഉദിനൂർ സ്കൂൾ കലോത്സവം ഇൻഡിവിജ്വൽ ട്രോഫി ഇൻ ജില്ലാ കലോത്സവം, ആഫ്റ്റർ ഉദിനൂർ സ്കൂൾ കലോത്സവം, ബിഫോർ ഉദിനൂർ സ്കൂൾ കലോത്സവം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മൈൽ സ്റ്റോൺ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഞാൻ ഈ ട്രോഫികളൊക്കെ ഇങ്ങനെ വീക്ഷിക്കുന്ന സമയത്ത് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം കണ്ടത്, ഇവിടെ ഒരു ഗോൾഡൻ ട്രോഫീൻ്റെ ഒരു മോഡൽ കണ്ടു. അത് പ്രദർശന വസ്തുവായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് ഏത് തരത്തിലുള്ള പ്രചോദനമാണ് ഉണ്ടാക്കുന്നത്? തീർച്ചയായിട്ടും നമ്മളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സംസ്ഥാന കലോത്സവത്തിലെ ഈ ഒരു ഗോൾഡൻ ട്രോഫി വാങ്ങാനായി ഓരോ കുട്ടികൾക്കും അല്ലെങ്കിൽ ഓരോ ജില്ലക്കും അവരുടെ ലക്ഷ്യം. നമ്മളെ സംബന്ധിച്ച് കാസർഗോഡ് ജില്ല ഇതുവരെ ആ ഒരു റീച്ചിലേക്ക് എത്തിയിട്ടില്ല. ഇതിപ്പോൾ കാണുമ്പോൾ കുട്ടികളെ എല്ലാ പ്രതിഭകളും ഇവിടെ വന്ന് വാങ്ങും. കാരണം എല്ലാ സ്റ്റേജിലും മത്സരം അവതരിപ്പിച്ചാലും ട്രോഫി വാങ്ങാൻ ഇവിടെ തന്നെയാണ് വരേണ്ടത്. രക്ഷിതാക്കൾ വരും, അതേപോലെ തന്നെ നാട്ടുകാർ വരും, അതേപോലെ തന്നെ ടീച്ചേഴ്സ് വരും, കുട്ടികൾ വരും. അപ്പോൾ ഇത് മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടികൾ ഇവിടെ വന്ന് ഫോട്ടോ എടുക്കുന്ന ആ ഒരു ആവേശം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അവരുടെ ലക്ഷ്യം എന്ന ട്രോഫി വാങ്ങുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഇങ്ങനൊരു മോഡൽ ഉണ്ടാക്കിയ സ്വാഭാവികമായിട്ട് കുട്ടികൾക്കൊരു പ്രചോദനമാണ്. നമ്മുടെ അടുത്തുള്ള മാഷ്, പ്രശസ്ത ശില്പി, അദ്ദേഹത്തോട് ഞാൻ ഒരു കാര്യം ആലോചിച്ചു. കാരണം നമ്മളിപ്പോൾ സെൽഫി പോയിന്റ് ആക്കാന്നുള്ളൊരു തീരുമാനത്തിൽ ആദ്യമുണ്ട്. അപ്പോൾ സെൽഫി പോയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാ കമ്മിറ്റിയും സെൽഫി പോയിന്റ് ആക്കി. അപ്പോൾ ഞാൻ പറഞ്ഞതിന് സെൽഫി പോയിന്റിന് വലിയ പ്രസക്തി ഇല്ല. ഒരു പ്രദർശനത്തിന് ഇതായിട്ടില്ല, നഗരീയുടെ ഭാഗമായിട്ട് ട്രോഫി കമ്മിറ്റിയുടെ ഈ ഭാഗത്ത് അത് വെക്കുന്നതാണ് അല്ലേ? തീർച്ചയായിട്ടും നമ്മളിപ്പോൾ സ്കൂൾ തലത്തിൽ തന്നെ ഈ ഗോൾഡൻ ട്രോഫി സാധാരണഗതിയിൽ സംസ്ഥാന തലത്തിൽ നമുക്കൊന്ന് കാഴ്ചയിൽ TV-യിലൊക്കെ കാണാനേ പറ്റുമോ? അതിൻ്റെ മോഡൽ ശരിയായ രീതിയിൽ നമുക്ക് അടുത്തു നിന്ന് വീക്ഷിക്കണമെങ്കിൽ ഈ മോഡൽ കൊണ്ട് സാധാരണ പ്രത്യേകിച്ച് കലാകാരന്മാർക്ക്, കലാകാരികളും അതൊരു പ്രചോദനം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും
ഇത് നമ്മളെ സംബന്ധിച്ചൊരു ടി വിയിൽ കാണുന്നതേ ഉള്ളൂ, അതും ഒറിജിനൽ ട്രോഫിയല്ല. പക്ഷേ അതിൻ്റെ ഒരു മാതൃക കുട്ടികൾക്ക് കാണുകാനും അതിനൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും രാവിലെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തത് മുതൽ കുട്ടികളും പാരൻസും മുതിർന്നവരും എല്ലാവരും ഇവിടെ ഫോട്ടോ എടുക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു മത്സരം കൂടി സംഘടിപ്പിക്കാറുണ്ട് ലാസ്റ്റ് ദിവസം. പിന്നെ സെൽഫി വിത്ത് മോഡൽ എന്നുള്ള രീതിയിലൊരു കോൺടെസ്റ്റ് കൂടി കുട്ടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡ്രോ യുവർ ട്രോഫി എന്നുള്ളൊരു കോമ്പറ്റീഷൻ കുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിക്കുന്നു. മറ്റ് പല അനുബന്ധ പരിപാടികളും ട്രോഫി കമ്മിറ്റിയുടെ ഭാഗമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വർണ്ണക്കപ്പിൻ്റെ മാതൃക ഉണ്ടാക്കിയ ഒരു അധ്യാപകനുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം, അദ്ദേഹത്തെ പരിചയപ്പെടാം. ഇങ്ങനെ ഒരു ട്രോഫി ഉണ്ടാക്കിയതിനുള്ള ഒരു പ്രചോദനം എന്താണ്? ഇത്തരത്തിൽ മറ്റു ട്രോഫീൻ്റെ കൂടെ ഇതുപോലുള്ള സ്വർണ്ണക്കപ്പിൻ്റെ മാതൃക പ്രദർശന വസ്തുവായിട്ട് വെക്കാൻ എന്താണ് കാരണം ഒക്കെ നമുക്ക് മാഷോട് ചോദിക്കാം. മാഷേ നമസ്കാരം. നമസ്കാരം. മാഷ് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, ഞാൻ പ്രമോദ് അടുത്തില എന്ന് പറയും. ഞാനും പ്രകാശം മാഷുണ്ട്, രണ്ടുപേരുമുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഈ സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഇപ്പോഴും പാഠപുസ്തക രചയിതാക്കളായിട്ടുണ്ട്. അതുപോലെ തന്നെ കരകൗശലത്തിൻ്റെ മേഖലയിൽ വൃത്തിപരിച്ച മേഖലയിൽ തന്നെ നാഷണൽ ലെവലും ഒക്കെ ധാരാളം ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. കുട്ടികളുടെ ബഹുമുഖമായ ബുദ്ധിയെ സംബന്ധിച്ച് അവരുടെ കരവിരുതിനെ സംബന്ധിച്ചൊക്കെ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ആ ഇടയ്ക്കാണ് നമ്മുടെ ഈ ട്രോഫി കമ്മിറ്റിയുടെ കൺവീനർ റാഷിദ് സാർ വിളിച്ച് പറയുന്നത്, സാറിൻ്റെ വക എന്താണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? അപ്പോൾ ഹരിത ശുചിത്വ മിഷൻ്റെ കെയർ ഓഫിൽ നമ്മൾ 1-2 പരിപാടി ഇവിടെ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് അദ്ദേഹം നമ്മളെ വിളിച്ചപ്പം നമ്മൾ പറഞ്ഞു ട്രോഫി കമ്മിറ്റി ആയതുകൊണ്ട് നമുക്ക് അതിന് പറ്റിയ ഒരു പരിപാടി ചെയ്യാം. കംപ്ലീറ്റ് വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന കലോത്സവത്തിൽ വിജയികൾക്ക് നൽകുന്ന സ്വർണ്ണക്കപ്പ്. യഥാർത്ഥത്തിൽ ആ സ്വർണ്ണക്കപ്പ് 117.5 പവൻ്റെ സ്വർണ്ണക്കപ്പാണ്. ആ സ്വർണ്ണക്കപ്പിൻ്റെ മോഡലാണ് വിജയികൾക്ക് കൊടുക്കുന്നത്. സ്വർണ്ണക്കപ്പ് യഥാർത്ഥത്തിൽ കൊടുക്കുന്നില്ല, പക്ഷേ എങ്കിൽ പോലും അതിൻ്റെ ഒരു മോഡൽ, അതുപോലുള്ള ഒരു മോഡൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ കഴിഞ്ഞ ദിവസം ഇവിടെ പത്രങ്ങൾ ശേഖരിച്ചുകൊണ്ട് എല്ലാ വിഭാഗം പത്രങ്ങളും, മാതൃഭൂമി, മനോരമ, ദേശാഭിമാനി, സുപ്രഭാതം, അങ്ങനെയൊക്കെ ചന്ദ്രികയുടെ കുറേ പത്രങ്ങളൊക്കെ ആ പത്രങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് നമുക്ക് രണ്ടുപേർക്കും. എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമാകും. മാത്രമല്ല സംസ്ഥാന സ്വർണ്ണക്കപ്പിൻ്റെ ഒരു മാതൃക ഉദനൂരിലെത്തുക, അല്ലെങ്കിൽ അതിൻ്റെ മോഡൽ എത്തുക എന്ന് പറയുന്നത് തന്നെ ഒരു കൗതുകമുള്ള, നേരിട്ട് കാണുക എന്നുള്ള ഒരു കൗതുകം കൂടി ഇതിലുണ്ട്. അതോടൊപ്പം ഇത്തരം ഒരു പ്രവർത്തനത്തിലേക്കും കരവിരുതിലേക്കുമുള്ള ഒരു ആവേശം കൂടി കൊണ്ടുവരാൻ കഴിയും. തീർച്ചയായും ഉചിതമായ ഒരു ശില്പമാണ് നമ്മൾ ചെയ്തു എന്നാണ് വിചാരിക്കുന്നത്. അത് തീർച്ചയായും ട്രോഫി കമ്മിറ്റി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നില്ല. അപ്പോൾ അത് ഗുണമായിട്ട് വരുന്നുണ്ട്. അത് ഏതായാലും ജനങ്ങളിലേക്കെത്തും, ചർച്ച ചെയ്യപ്പെടും എന്നാണ് വിചാരിക്കുന്നത്. സന്തോഷം.